ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. സോ ഓണപരീക്ഷയാണ് വരാനിരിക്കുന്നത്. സോ നമ്മുടെ മോഷനിലെ പ്ലെയിനിൽ നിന്ന് ഓണപരീക്ഷയ്ക്ക് വരാൻ പോസിബിലിറ്റി ഉള്ള ഒരു ചോദ്യമാണ് ക്രാക്ക് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ സ്ഥിരമായിട്ട് ചോദിച്ച് കാണാത്തൊരു ചോദ്യം കൂടിയാണത്. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആണെങ്കിൽ, ബുദ്ധിമുട്ടായിട്ട് ഇടണമെന്ന് ടീച്ചറോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ആളോ വിചാരിക്കുകയാണെങ്കിൽ അതിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ള ഒരു കിടിലൻ ചോദ്യമാണിതെന്ന് പറയുന്നത്. ഇതാണ് നമ്മളിപ്പോൾ ക്രാക്ക് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും തയ്യാറല്ലേ? പക്ഷെ ഈ ചോദ്യം ക്രാക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കൊരു കുഞ്ഞു ഡെറിവേഷൻ അറിഞ്ഞിരിക്കണം. അതാണ് ഇക്വേഷൻ ഓഫ് പ്രൊജക്ടൈൽ എന്ന് പറയുന്നത്. ആ ഡെറിവേഷൻ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ചോദ്യം ക്രാക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സോ നേരിട്ട് ചോദ്യത്തിലോട്ട് കടക്കുന്നതിന് പകരം എന്താണ് ഇക്വേഷൻ ഓഫ് പ്രൊജക്ടൈൽ, അതെങ്ങനെയാണ് നമുക്ക് ഡിറൈവ് ചെയ്യാൻ സാധിക്കുക, അതിൽ നിന്ന് എങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് എന്ന കാര്യത്തിലോട്ട് കിടക്കാം. സോ മക്കളെ, നിങ്ങൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം മാത്രം. എല്ലാവരും ഈ പറയുന്ന വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ തുടങ്ങുക. അതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഇരുന്ന് കാണുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഏതെങ്കിലും ഒരു മൊമെന്റിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു കണ്ടിന്യൂഷൻ ഉണ്ടാവില്ല, നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി മനസ്സിലാവുകയില്ല. സോ പൂർണ്ണമായിട്ടും മുഴുവനായിട്ടും ഇരുന്ന് കാണാൻ എല്ലാവരും ഒന്ന് ശ്രമിക്കുക. ഓക്കെ അല്ല? സോ നമുക്ക് ഇക്വേഷൻ ഓഫ് പ്രൊജക്ടൈൽ നമുക്ക് എന്ത് ചെയ്യാം? ഡിറൈവ് ചെയ്യാം. ലളിതമായി തന്നെ പറയുവാണ്, എല്ലാവരും ശ്രദ്ധിക്കണം. പ്രൊജക്ടൈൽ മോഷന്റെ ചിത്രം അഥവാ ഡയഗ്രാം നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആണ് അല്ലേ? നമ്മൾ ഇന്നലെയൊക്കെ ഈ ചാപ്റ്ററിന്റെ 1 ഷോട്ട് റിവിഷൻ ഉണ്ടായിരുന്നു. സോ നിങ്ങൾ എല്ലാവരും കൃത്യമായിട്ടും മുഴുവനായിട്ടും കണ്ട മക്കളാണ് എന്നാണ് എൻ്റെ വിശ്വാസം. സോ ഞാനിവിടെ വളരെ ലളിതമായിട്ട് സിമ്പിളായിട്ട് ഞാനൊരു ഡയഗ്രാം വരച്ചു തരാം. വേടാ, ഇത് പ്രൊജക്ടൈലിന്റെ പാത്താണ്, പാരബോളിക് ആണ്. ഇത് കൂടിയാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്യുന്നത്. പ്രൊജക്ടൈലിന്റെ പാത്ത് പാരബോളയാണ് എന്ന കാര്യം കൂടിയാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്യുന്നത് കേട്ടോ. ശ്രദ്ധിക്കണടാ. ഫൈൻ. ഓക്കെ, ഇത് നമ്മുടെ എക്സ് ആക്സിസ് ആണ്, ഇത് നമ്മുടെ വൈ ആക്സിസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ഈ പ്രൊജക്ടൈൽ നമ്മൾ എറിയുന്നത് ഒരു ഇനീഷ്യൽ വെലോസിറ്റിയിലാണ്. ദാറ്റ് ഈസ് യു എന്ന് പറയുന്ന ഇനീഷ്യൽ വെലോസിറ്റിയിലാണ് നമ്മൾ പ്രൊജക്ട് ചെയ്യുന്നത് വിചാരിക്കുക. യു ഈസ് അവർ ഇനീഷ്യൽ വെലോസിറ്റി. ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ തീറ്റയാണെന്ന് വിചാരിക്കുക. അടുത്ത കുറച്ച് പാരാമീറ്റേഴ്സ് കൂടി നമുക്ക് എല്ലാവർക്കും അറിയാലോ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കുറച്ച് പാരാമീറ്റേഴ്സ് കൂടിയുണ്ട്. ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി യു കോസ് തീറ്റയാണ്. വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി യു സൈൻ തീറ്റയാണ്. നമ്മളിവിടെ ഒരു കല്ലാണ് പ്രൊജക്ട് ചെയ്യുന്നത് വിചാരിച്ചോട്ടെ. ഈ ചിത്രം വരയ്ക്കാൻ ആർക്കും തന്നെ ബുദ്ധിമുട്ടില്ലല്ലോ, ഏറ്റവും ലളിതമായി വരയ്ക്കാലോ. സിമിലർ വേ ഇവിടെയുള്ള ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ആ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി കൂടിയാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്നലെ പഠിച്ചെടുത്തതാണ്, കൃത്യമായി പഠിച്ചു മനസ്സിലാക്കിയതാണ്. ഇതിനകത്ത് യാതൊരുവിധ സംശയവും എൻ്റെ അനിയന്മാർക്കും അനിയത്തിമാർക്കും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. സോ ഗൈസ്, നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കണം. ഇക്വേഷൻ ഓഫ് പ്രൊജക്ടൈൽ നമ്മൾക്ക് ഏറ്റവും ഫെമിലിയർ ആയ ഒരു കൈനമാറ്റിക് ഇക്വേഷൻ എഴുതിയിട്ട് ഞാൻ തുടങ്ങുവാണ്. എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയ ഒരു ഇക്വേഷൻ അല്ലേ? ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിച്ചു. എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ നമ്പർ 1 എന്ന് പഠിച്ചു. നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിൽ പഠിച്ചൊരു ഇക്വേഷൻ ആണ് ഇതിൽ, ശരിയല്ലേ? എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ചാപ്റ്ററിൽ മോഷനിനെ സ്ട്രെയിറ്റ് ലൈനിനകത്ത് ഈ ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്, സംശയം ഉണ്ടാവില്ല. ഇനി ഞാൻ ഈ ഇക്വേഷനെ എക്സ് കമ്പോണന്റ് ആക്കി മാറ്റാൻ പോവാണ്. അഥവാ ഈ ഇക്വേഷൻ തന്നെ എക്സ് വൈ ആക്കിയിട്ട് 2 ഡയറക്ഷനിൽ നമ്മൾ ഇവനെ സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. ആദ്യം എക്സ് ഡയറക്ഷനിൽ ഈ ഇക്വേഷൻ എങ്ങനെ മാറ്റി എഴുതാം? സോ ഡിസ്പ്ലേസ്മെന്റ് ഇൻ എക്സ് ഡയറക്ഷൻ ഞാൻ എക്സ് എന്ന് തന്നെ കൊടുത്തു. അടുത്തത് നെക്സ്റ്റ് വൺ നിങ്ങൾ ശ്രദ്ധിക്കണം. യു എക്സ് വെലോസിറ്റി ഇൻ എക്സ് ഡയറക്ഷൻ നമുക്ക് കൊടുക്കാം, യു എക്സ് എന്ന് കൊടുക്കാം, ടി പ്ലസ് ഹാഫ് എ എക്സ് ടി സ്ക്വയർ. ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിച്ചു. റെഡി അല്ലേ മക്കളെ? കൃത്യമായിട്ട് മനസ്സിലായോ? അഥവാ ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷനെ ഞാൻ എക്സ് ഡയറക്ഷനിലോട്ട് മാത്രം എഴുതി. സോ ഡിസ്പ്ലേസ്മെന്റ് ഇൻ എക്സ് ഡയറക്ഷനെ എക്സ് എന്ന് കൊടുത്തു. സോ എക്സ് ഈക്വൽ ടു വെലോസിറ്റി ഇൻ എക്സ് ഡയറക്ഷൻ യു എക്സ് എന്ന് കൊടുത്തു. ടൈം എല്ലാം സെയിം തന്നെയാണ്. ആക്സിലറേഷൻ ഇൻ എക്സ് ഡയറക്ഷന് എ എക്സ് എന്ന് കൊടുത്തു. ഇത്രയും കാര്യം സംശയമില്ലാലോ? ഏറ്റവും ലളിതമായ കാര്യമല്ലേ? ഇനി ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം, എല്ലാ മക്കളും ശ്രദ്ധിക്കണേ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. യു എക്സ് എന്താണ് മക്കളെ? എക്സ് ഡയറക്ഷനിലുള്ള വെലോസിറ്റി എന്താണ്, അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി എന്താണ്? ഒരു പ്രൊജക്ടൈലിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി എന്താണ് മക്കളെ? നമുക്കറിയാം, അത് യു കോസ് തീറ്റയാണ്. ഒരു പ്രൊജക്ടൈലിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അത് യു കോസ് തീറ്റയാണ് എന്ന കാര്യം നിങ്ങൾക്ക് അറിയാലോ? അറിയാം. അടുത്തത് ആക്സിലറേഷൻ ഇൻ എക്സ് ഡയറക്ഷൻ എന്താണ് മക്കളെ? അവിടെയാണ് പലർക്കും തെറ്റുപറ്റാറുള്ളത്. എക്സ് ഡയറക്ഷനിൽ ആക്സിലറേഷൻ ഉണ്ടോ? ഇല്ല. എക്സ് ഡയറക്ഷനിൽ ഒരിക്കലും എന്തില്ല മക്കളെ? ആക്സിലറേഷൻ ഇല്ല എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. കാരണം എക്സ് കമ്പോണന്റ് ഓഫ് വെലോസിറ്റി അഥവാ യു കോസ് തീറ്റ കോൺസ്റ്റന്റ് ആണ്. യു കോസ് തീറ്റയ്ക്ക് യാതൊരുവിധ മാറ്റവും സംഭവിക്കുന്നില്ല. യു കോസ് തീറ്റ റിമൈൻസ് കോൺസ്റ്റന്റ്. അതിനാൽ തന്നെ എക്സ് ഡയറക്ഷനിൽ ആക്സിലറേഷൻ ഉണ്ടോ? വെലോസിറ്റി മാറിയാലല്ലേ ആക്സിലറേഷൻ ഉണ്ടാവുക. സോ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. അതിനാൽ തന്നെ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ആക്സിലറേഷൻ ഉണ്ടാവില്ല. വെലോസിറ്റി മാറാത്തതിനാൽ തന്നെ ആക്സിലറേഷൻ അവിടെ എന്തായിരിക്കും? 0 ആയിരിക്കും. സോ എ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ? 0 ആയിരിക്കും. നമുക്കൊന്ന് റീപ്ലേസ് ചെയ്യാം. സോ എക്സ് ഈക്വൽ ടു
യു എക്സിന് പകരം യു കോസ് തീറ്റ ഇൻറ്റു ടി പ്ലസ് ഹാഫ് എ എക്സ് സ്ക്വയർ. എ എക്സ് 0 അല്ലേ, സി ടേം കംപ്ലീറ്റ്ലി 0 ആയിട്ട് മാറും. സോ എക്സ് ഈക്വൽ ടു യു കോസ് തീറ്റ ഇൻറ്റു ടി എന്ന് മാത്രം. ക്ലിയർ അല്ലേ? ഇത് ഇക്വേഷൻ നമ്പർ 3 ആയി കൊടുക്കാം. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 3. ദിസ് വൺ ഈസ് ഇക്വേഷൻ നമ്പർ 4. ഗംഭീരമായിട്ട് മനസ്സിലായില്ല, യാതൊരുവിധ സംശയമില്ലല്ലോ. എൻ്റെ എല്ലാ അനിയന്മാർക്കും അനിയത്തിമാർക്കും മനസ്സിലായി. ഏറ്റവും പതിയാണ് പറയുന്നത്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. സാധിക്കുമെങ്കിൽ ഒന്ന് കൂടെ എഴുതുന്നത് വളരെ നല്ലതായിരിക്കുമേ. ഇനി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മറ്റൊരു ഇക്വേഷൻ കൂടി ഫോം ചെയ്യുന്നുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കുക. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ മറ്റൊരു ഇക്വേഷൻ ഫോം ചെയ്യുക. ഇക്വേഷൻ 4ന്റെ അടിസ്ഥാനത്തിൽ എക്സ് ഈക്വൽ ടു യു കോസ് തീറ്റ ഇൻറ്റു ടി അല്ലടാ. അങ്ങനെയാണെങ്കിൽ ടി ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? ടി ഈക്വൽ ടു എക്സ് ഡിവൈഡഡ് ബൈ യു കോസ് തീറ്റ എന്ന് എഴുതാലോ. തീർച്ചയായും ടി ഈക്വൽ ടു എക്സ് ഡിവൈഡഡ് ബൈ യു കോസ് തീറ്റ എന്ന് എഴുതാം. ഇതുകൂടി നിങ്ങൾ മനസ്സിലാക്കണേ. ഇതിന് ഇക്വേഷൻ നമ്പർ നമുക്ക് 5 ആയിട്ട് കൊടുക്കാം. ഇതിന് ഇക്വേഷൻ നമ്പർ 3 ആയി കൊടുത്തു, 5 ആയിട്ട് കൊടുത്തു. ഇതാണ് എക്സ് ഡയറക്ഷനിൽ നമ്മൾ ആ ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷനെ കൺവേർട്ട് ചെയ്ത് അതിനകത്ത് വെലോസിറ്റിയും ആക്സലറേഷനും എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ടൈമിന്റെ ഒരു എക്സ്പ്രഷൻ ആണ് കിട്ടുക. ദാറ്റ് ഈസ് ടി ഈക്വൽ ടു എക്സ് ഡിവൈഡ് ബൈ യു കോസ് തീറ്റ. സെറ്റ്. അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? സിമിലർ വേ നമുക്ക് വൈ ഡയറക്ഷനിൽ അതിനെ മാറ്റിയാലോ? സിമ്പിൾ ആയിട്ട് മാറ്റാൻ ശ്രദ്ധിക്കണം. വൈ ഈക്വൽ ടു യു വൈ ടി പ്ലസ് ഹാഫ് എ വൈ ടി സ്ക്വയർ. വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഈ ഇക്വേഷനെ വൈ ഡയറക്ഷനിലോട്ട് അല്ലെങ്കിൽ വൈ കമ്പോണന്റ് ആക്കി മാറ്റി. സോ ഡിസ്പ്ലേസ്മെന്റ്, വൈ ഡയറക്ഷനുള്ള ഡിസ്പ്ലേസ്മെന്റ് ഞാൻ എന്തായിട്ട് കൊടുത്തു? ഞാൻ അതിനെ വൈ ആയിട്ട് തന്നെ കൊടുത്തു. സിമിലർ വേ ശ്രദ്ധിക്കണം മക്കളെ. വൈ ഡയറക്ഷനുള്ള ഡിസ്പ്ലേസ്മെന്റിനെ വൈ ആയിട്ട് കൊടുത്തു. സോ വെലോസിറ്റിയും വൈ ഡയറക്ഷൻ ഇനീഷ്യൽ വെലോസിറ്റി, സോ യു വൈ എന്ന് കൊടുത്തു. ആക്സിലറേഷൻ വൈ ഡയറക്ഷനുള്ള എ വൈ എന്ന് റീപ്ലേസ് ചെയ്തു. ക്ലിയർ അല്ലേ? സംശയമില്ലാലോ? ഇല്ല എന്ന് വിശ്വസിക്കുന്നു. സോ വൈ ഈക്വൽ ടു മക്കളെ നിങ്ങൾ പറയടാ, വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി എന്താണ്? അഥവാ യു വൈ എന്താണ് മക്കളെ? നമുക്ക് എല്ലാവർക്കും അറിയാം, അത് യു സൈൻ തീറ്റയാണ്. യു വൈ എന്ന് പറഞ്ഞാൽ അത് യു സൈൻ തീറ്റയാണ്, വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി. സംശയമില്ലാലോ? ഇല്ല എന്ന് വിശ്വസിക്കുന്നു. എ വൈ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? നമുക്കറിയാം, ആക്സിലറേഷൻ അലോങ് വൈ ഡയറക്ഷൻ. വൈ ഡയറക്ഷനിൽ പ്രൊജക്ടൈലിന് ആക്സിലറേഷൻ ഉണ്ട്. അതെന്താണെന്ന് പറയടാ മക്കളെ? പ്രൊജക്ടൈലിന് വൈ ഡയറക്ഷനിലുള്ള ആക്സിലറേഷൻ എന്താണെന്ന് പറയടാ മക്കളെ? അത് മൈനസ് ജി അല്ലേ? യെസ്, ഇറ്റ് ഈസ് മൈനസ് ജി. നമുക്ക് അതുകൂടി ഒന്ന് റീപ്ലേസ് ചെയ്താലോ മക്കളെ? വാടാ. സോ യു സൈൻ തീറ്റ ഇൻറ്റു ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ എന്ന് വരും. മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ എന്ന് വരും. ഇതിന് ഇക്വേഷൻ നമ്പർ 3 കൊടുക്കാം. ഇക്വേഷൻ നമ്പർ 6 ആയിട്ടും ഇതിന് ഇക്വേഷൻ നമ്പർ 7 ആയിട്ടും കൊടുക്കാം. റെഡി അല്ലേ? വൈ ഈക്വൽ ടു യു സൈൻ തീറ്റ ഇൻറ്റു ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ എന്ന രീതിയിൽ നമുക്ക് റീപ്ലേസ് ചെയ്യാം. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അഥവാ നമ്മളിവിടെ ടൈമിന്റെ ഒരു എക്സ്പ്രഷൻ കണ്ടുപിടിച്ചു, എക്സ് ഡിവൈഡഡ് ബൈ യു കോസ് തീറ്റ. ഇവിടെയൊക്കെ ടൈം കിടപ്പുണ്ട്, നോക്കിക്കേടാ. എല്ലാവരും ശ്രദ്ധിക്കടാ. ഇവിടെ ടൈമുണ്ട്, ഇവിടെയും ടൈമുണ്ട്. സോ ഈ ടൈമിന് പകരം നമ്മൾ എന്ത് റീപ്ലേസ് ചെയ്യാൻ പോവാണ്? എക്സ് ഡിവൈഡഡ് ബൈ യു കോസ് തീറ്റ റീപ്ലേസ് ചെയ്യാൻ പോവാണ്. ശ്രദ്ധിക്കണേടാ. സോ വൈ ഈക്വൽ ടു യു സൈൻ തീറ്റ ഇൻറ്റു ടിക്ക് പകരം എന്ത് കൊടുക്കാം? എക്സ് ഡിവൈഡഡ് ബൈ യു കോസ് തീറ്റ എന്ന് കൊടുത്തു. മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ. ടിക്ക് പകരം അതേപോലെ തന്നെ എക്സ് ഡിവൈഡഡ് ബൈ യു കോസ് തീറ്റ. ടി സ്ക്വയർ അല്ല, അപ്പോൾ ഒരു ഹോൾ സ്ക്വയർ കൂടി ഇട്ട് കൊടുക്കണേ. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 8. അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? സംശയമില്ലാലോ? ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ഇനി ഇവിടെ ശ്രദ്ധിക്കടാ. ഇവിടെ ഒരു യു ഉണ്ട്, ഇവിടെ ഒരു യു ഉണ്ട്. യുവും യുവും ഞാൻ എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്തു. ബാക്കിയുള്ള ടേം ശ്രദ്ധിക്കടാ. വൈ ഈക്വൽ ടു നോക്കടാ മക്കളെ, സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്താ വരിക? സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റ അല്ലേ? പഠിച്ചതല്ലേ? യെസ്, ടാൻ തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ എഴുതട്ടെ, ടാൻ തീറ്റ ഇൻറ്റു എക്സ് എന്ന് വരും. ടാൻ തീറ്റ ഇൻറ്റു എക്സ് എന്ന് വരും. മൈനസ് ഹാഫ് ജി സ്ക്വയർ അകത്തോട്ട് ഇടുകയാണ്. ഈ സ്ക്വയർ അകത്തോട്ട് ഇടുമ്പോൾ ജി എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ എന്ന് വരും. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ടാൻ തീറ്റ എക്സ് മൈനസ് ഹാഫ് ജി എക്സ് സ്ക്വയർ യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ഈ ഭാഗം ഞാൻ വേണമെങ്കിൽ കുറച്ചുകൂടി ഭംഗിയാക്കി എഴുതി തരാം. ഹാഫ് ജി എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. ദിസ് ഈസ് അവർ ഫൈനൽ ഇക്വേഷൻ. ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ പഠിക്കേണ്ടതാണ്. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, സോ ഇതിന് ഞാനൊന്ന് മഞ്ഞ പെയിന്റ് അടിച്ച് വെക്കട്ടെ. ഇതാണ് ഇക്വേഷൻ ഓഫ് പ്രൊജക്ടൈൽ എന്ന് പറയുന്നത്. ദിസ് ഈസ് നോൺ ആസ് ഇക്വേഷൻ ഓഫ് പ്രൊജക്ടൈൽ. ഈ ഇക്വേഷനെ വിളിക്കുന്ന പേരാണ് ഇക്വേഷൻ ഓഫ് പ്രൊജക്ടൈൽ എന്ന് പറയുക. ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 3 ആയി കൊടുക്കാം, 9 ആയിട്ട് കൊടുക്കാം. ഇറ്റ് ക്യാൻ ബി ട്രീറ്റഡ് ആസ് ഇക്വേഷൻ നമ്പർ 9.
മറ്റൊരു കാര്യം കൂടി പറയട്ടെ, ചില ചോദ്യ പേപ്പറുകളിൽ ചിലപ്പോൾ റെയർ ആയിട്ട് സ്കൂളിൽ ഇടുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലാണ് പൊതുവേ കാണാറുള്ളത്, പ്രൊജക്ടൈലിന്റെ പാത്ത് പാരബോളിക് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറയും. അപ്പോൾ നിങ്ങൾ ഇത് പ്രൂവ് ചെയ്താൽ മതി. ഹെൻസ് ദ പാത്ത് ഓഫ് പ്രൊജക്ടൈൽ ഈസ് പാരബോളിക് എന്ന് എഴുതിയാൽ മതി. ഇത് പാരബോളിന്റെ ജനറൽ ഇക്വേഷനുമായിട്ട് സിമിലർ ആയ ഇക്വേഷൻ ആണ്. സോ അതിനാൽ തന്നെ പ്രൊജക്ടൈലിന്റെ പാത്ത് പാരബോളിക് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാലും ഇത് ഡിറൈവ് ചെയ്താൽ മതി. ഇക്വേഷൻ ഓഫ് പ്രൊജക്ടൈൽ ഡിറൈവ് ചെയ്യാൻ പറഞ്ഞാലും ഇത് ഡിറൈവ് ചെയ്താൽ മതി. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷകളിലൊക്കെ ചോദിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയേണ്ട ഒരു ഇക്വേഷൻ ആണ് കേട്ടോ. റെഡി? പരീക്ഷകൾ മീൻസ് ബോർഡ് എക്സാമിന് ഇതിൽ നിന്ന് ചോദ്യങ്ങൾ കാണാറില്ല. പക്ഷേ സ്കൂളുകാരിടുന്ന പരീക്ഷകളുണ്ടല്ലോ, ടീച്ചേഴ്സിന്റെ ഒക്കെ ആ ഒരു അറിവ് തെളിയിക്കാൻ വേണ്ടിയിടുന്ന പരീക്ഷകൾ, അത്തരം പരീക്ഷകളിലാണ് പൊതുവെ ഇത് കാണാറുള്ളത് കേട്ടോ. ഓക്കെ, കാരണം അത് പല സ്കൂളുകളും ചില സ്കൂളുകളിലൊന്നും ചിലപ്പോൾ പഠിപ്പിച്ചു എന്ന് പോലും വരില്ല, പക്ഷെ സിലബസിലുള്ള കാര്യമാണ്. അടുത്തത് നെക്സ്റ്റ് വൺ എല്ലാവരും ശ്രദ്ധിക്കുക, ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു പ്രൊജക്ടൈലിന്റെ ട്രജക്ടറിയുടെ ഇക്വേഷൻ y ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് സ്ക്വയർ ബൈ 80 എന്നവർ നൽകിയിട്ടുണ്ട്. y ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് സ്ക്വയർ ബൈ 80 എന്ന കാര്യം അവർ നൽകിയിട്ടുണ്ട്. ഫൈൻഡ് ദ മാക്സിമം ഹൈറ്റ്. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് മാക്സിമം ഹൈറ്റ് ആണ്. വി ഹാവ് ടു ഫൈൻഡ് ദ മാക്സിമം ഹൈറ്റ്. പ്രൊജക്ടൈലിന്റെ ജനറൽ ഇക്വേഷൻ മാത്രമേ അവർ നൽകിയിട്ടുള്ളൂ. കണ്ടുപിടിക്കേണ്ടത് മാക്സിമം ഹൈറ്റ് ആണ്. എങ്ങനെയാണ് മാക്സിമം ഹൈറ്റ് കണ്ടുപിടിക്കാൻ നോക്കിയാലോ? വാടാ മക്കളെ നമുക്ക് നോക്കാം. സോ ആദ്യം ഞാൻ ഗിവൺ ഇക്വേഷൻ ഞാനൊന്ന് എഴുതുന്നുണ്ട്. ദാറ്റ് ഈസ് y ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 80. ഇതാണ് നമുക്ക് ചോദ്യത്തിനകത്ത് നൽകിയിരിക്കുന്ന ഇക്വേഷൻ ഓഫ് പ്രൊജക്ടൈൽ എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 ആക്കി എടുക്കാമല്ലോ. തീർച്ചയായും നമുക്ക് ഇവനെ ഇക്വേഷൻ നമ്പർ 1 ആക്കി എടുക്കാം. ഇനി നമുക്ക് പ്രൊജക്ടൈലിന്റെ ജനറൽ ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് മക്കളെ ഇപ്പോൾ ഞാൻ ഡിറൈവ് ചെയ്ത ഇക്വേഷൻ? ദാറ്റ് ഈസ് y ഈക്വൽ ടു tan theta into x minus half g x square divided by u square cos square theta. ഇത് തന്നെയല്ല നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുള്ളത്. നോക്കിക്കേ, വേണമെങ്കിൽ ഞാൻ ഇവിടെ കാണിച്ചു തരാം. യെസ്, tan theta into x minus half g x square u square cos square theta. റെഡി അല്ലേ? അത് ഞാൻ ഇവിടെ സിമ്പിൾ ആയി തന്നെ എടുത്തെഴുതി. ഇതിന് ഇക്വേഷൻ നമ്പർ എത്രയായി കൊടുക്കാം? ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് കൊടുക്കാം. അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? സംശയമില്ലാലോ. ഇനി നമ്മൾ അങ്ങ് ഇക്വേറ്റ് ചെയ്യാൻ പോവുകയാണേ. ഇവിടെ എക്സിന്റെ കോഎഫിഷ്യൻ ഉണ്ടോ? ഇല്ല. സോ അതിനാൽ തന്നെ എക്സിന്റെ കോഎഫിഷ്യൻ നമ്മൾ എത്ര ആയിട്ട് എടുക്കാം? വെറും എക്സ് ആണെങ്കിൽ കോഎഫിഷ്യന്റ് എത്രയാണ് മക്കളെ എടുക്കുക? 1 ആയിട്ടാണ് എടുക്കുക. ഇവിടെ എക്സിന്റെ കോഎഫിഷ്യൻ നമുക്ക് 1 ആയിട്ട് എടുക്കാം. ഇവിടെ ജനറൽ ഇക്വേഷനിൽ എക്സിന്റെ കോഎഫിഷ്യന്റ് എത്രയാണ്? അത് ടാൻ തീറ്റയാണ്. ശരിയല്ലേ? നമുക്ക് നൽകിയിരിക്കുന്ന ഗിവൺ ഇക്വേഷനിൽ എക്സിന്റെ കോഎഫിഷ്യൻ എന്ന് പറഞ്ഞാൽ 1 ആണ്. നമ്മുടെ ജനറൽ ഇക്വേഷനിൽ എക്സിന്റെ കോഎഫിഷ്യന്റ് എത്രയാണ്? അത് ടാൻ തീറ്റയാണ്. നമുക്ക് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്തല്ലോ. വാടാ മക്കളെ, ദാറ്റ് ഈസ് ടാൻ തീറ്റ ഈക്വൽ ടു 1 ആണ്. അപ്പൊ തീറ്റ ഈക്വൽ ടു എന്തായിരിക്കും? സിമ്പിൾ ആണ്. ഏത് ആംഗിളിലാണ്, ടാനിന്റെ ഏത് ആംഗിളിലാണ് തീറ്റ 1 വരിക? ടാൻ ഒരു പെർട്ടിക്കുലർ ആംഗിൾ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ അത് ഏത് ആംഗിളിലാണ് മക്കളെ വരിക? അത് അങ്ങനെയല്ല. നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് അറിയില്ലെങ്കിൽ സിംപ്ലി സയന്റിഫിക് കാൽക്കുലേറ്ററിനകത്ത് ഷിഫ്റ്റ് ടാൻ അടിച്ചിട്ട് 1 കൊടുത്താൽ മതി. ദാറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ് ഓഫ് 1. ദാറ്റ്സ് ഇറ്റ്. ടാൻ തീറ്റ ഈക്വൽ ടു 1 ആണെങ്കിൽ തീറ്റ കണ്ടുപിടിക്കാൻ ടാൻ ഇൻവേഴ്സ് ഓഫ് 1 ചെയ്താൽ മതി. സയന്റിഫിക് കാൽക്കുലേറ്റർ എടുക്കുക, ഷിഫ്റ്റ് ടാൻ അടിച്ചു കഴിഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് കിട്ടും കേട്ടോ. സോ ടാൻ ഇൻവേഴ്സ് ഓഫ് 1 എത്രയാണ് മക്കളെ? ടാൻ ഇൻവേഴ്സ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ അത് 45 ഡിഗ്രി ആണ്. ദാറ്റ് ഈസ് 45 ഡിഗ്രി. സോ ഇവിടെയുള്ള ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ നമ്മൾ കണ്ടുപിടിച്ചു. അത് എത്രയാണ്? അത് 45 ഡിഗ്രിയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, സിമ്പിൾ ആണ്. എക്സിന്റെ കോയിഷൻ ഇവിടെ 1 ആണ്, ഇവിടെ ടാൻ തീറ്റയാണ്. സോ ടാൻ തീറ്റ ഈക്വൽ ടു 1. സോ തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് 1. ടാൻ ഇൻവേഴ്സ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രിയാണ്. സോ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എത്രയാണെന്ന് കിട്ടി? 45 ഡിഗ്രിയാണെന്ന് കിട്ടി. അടുത്തത് ഇവിടെ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യൻ എത്രയാണ്? എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യൻ 1 ഡിവൈഡഡ് ബൈ 80 ആണ്. ശരിയല്ലേ? എക്സ് സ്ക്വയറിന്റെ കൂടെയുള്ള ടേം എത്രയാണ്? 1 ഡിവൈഡ് ബൈ 80 അല്ലെ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യൻ എന്ന് പറഞ്ഞാൽ? യെസ്, 1/80 ആണ്. 1/80 ഈക്വൽ ടു ഇവിടെ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യൻ എത്രയാണ്? ജി ഡിവൈഡഡ് ബൈ 2u സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. ശരിയല്ലേ? ഇവിടെ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യൻ എന്ന് പറഞ്ഞാൽ ജി ഡിവൈഡഡ് ബൈ 2u സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. എഴുതട്ടാ, ജി ഡിവൈഡഡ് ബൈ 2u സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? ഒരു തരി സംശയമില്ലല്ലോ ആർക്കും തന്നെ. ഇനി നോക്കണം മക്കളെ, ഇവിടെയുള്ള 2ഉം ഈ 80 തമ്മിൽ ക്യാൻസൽ ചെയ്യട്ടെ. അപ്പൊ എത്ര കിട്ടുക? 40 അല്ലേ? 40 ആണ്. സോ 1/40 ഈക്വൽ ടു ജി ഡിവൈഡഡ് ബൈ യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. 1/40 ഈക്വൽ ടു ജി ഡിവൈഡഡ് ബൈ യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ എന്ന് കിട്ടും. ഞാനൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യട്ടെ. അഥവാ യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 40നെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കടാ മക്കളെ. സോ യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 40g എന്ന് കിട്ടും, 40g എന്ന് കിട്ടും. ഞാൻ ഇതിനെയൊക്കെ ഓരോ ഇക്വേഷൻ ആയി കൊടുക്കാം അല്ലെ.
വാടാ, ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ 3 ആയിട്ട് കൊടുക്കാം, ഇത് 4 ആയിട്ട് കൊടുക്കാം, ഇത് 5 ആയിട്ട് കൊടുക്കാം. ഫൈൻ, റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് ഇക്വേഷൻ നമ്പർ 6. സോ യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു എത്ര കിട്ടി? 40g എന്ന് കിട്ടി. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, മാക്സിമം ഹൈറ്റ് ആണ് ഇവിടെ കണ്ടുപിടിക്കുക. മാക്സിമം ഹൈറ്റിന് ഇക്വേഷൻ യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ എന്താണ്? 2g ആണ്. ഇതാണ് മാക്സിമം ഹൈറ്റിന് ഇക്വേഷൻ. നമുക്ക് ലഭിച്ചിരിക്കുന്ന പാരാമീറ്റർ യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റയാണ്. നമുക്ക് ആവശ്യമുള്ളത് യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റയാണ് ആവശ്യമുള്ളത്. ശരിയല്ലേ? എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ നിങ്ങൾ കൃത്യമായി തന്നെ ഒരു കാര്യം ആലോചിക്കണം. അഥവാ നമ്മുടെ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ തീറ്റ എത്രയാണെന്ന് അവർ പറഞ്ഞു? 45 ഡിഗ്രി ആണെന്ന് പറഞ്ഞു. നമുക്ക് എല്ലാവർക്കും അറിയാം, അഥവാ സൈൻ 45 ഡിഗ്രി എത്രയാണടാ? അത് 1/√2 ആണ്. കോസ് 45 ഡിഗ്രി എത്രയാണ് മക്കളെ? അതും 1/√2 ആണ്. അഥവാ സൈൻ 45ഉം കോസ് 45ഉം എന്താണ്? സെയിം ആണ്. സോ സൈൻ തീറ്റ ഈക്വൽ ടു കോസ് തീറ്റ എന്ന് റീപ്ലേസ് ചെയ്യാലോ. ശരിയല്ലേ? സൈൻ 45ഉം 1/√2 ആണ്, കോസ് 45ഉം 1/√2 ആണ്. സോ കോസ് തീറ്റയുടെ സ്ഥാനത്ത് നമുക്ക് സൈൻ തീറ്റ റീപ്ലേസ് ചെയ്ത എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവുമില്ല. സോ കോസ് തീറ്റയുടെ സ്ഥാനത്ത് നമുക്ക് എന്ത് റീപ്ലേസ് ചെയ്യാം? സൈൻ തീറ്റ റീപ്ലേസ് ചെയ്യാം. ബിക്കോസ് ആംഗിൾ ഈസ് 45 ഡിഗ്രി. ആംഗിൾ 45 ആയതിനാൽ തന്നെ കോസും സൈനും സെയിം വാല്യൂ ആണ് നമുക്ക് നൽകുക. അപ്പോൾ വാടാ മക്കളെ, ഞാൻ അതിനെ മാറ്റുവാണ്. സോ യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ എന്ന് എഴുതിയാലും ഉത്തരം എത്ര തന്നെയായിരിക്കും? 40g തന്നെയായിരിക്കും. ഇത് നിങ്ങൾ മനസ്സിലാക്കുക. യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ എന്ന് എഴുതിയാലും ഉത്തരം എത്ര തന്നെയായിരിക്കും? 40g തന്നെയായിരിക്കും. നിങ്ങൾ മനസ്സിലാക്കുക. സോ മാക്സിമം ഹൈറ്റ് h ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g. റെഡി? അപ്പൊ h ഈക്വൽ ടു നോക്കണ, എന്താണ് യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ? നമുക്കറിയാം അത് 4g ആണെന്ന് അറിയാം. റൈറ്റ്? യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ 4g ആണെന്ന് കിട്ടി, സോറി 40g ആണെന്ന് കിട്ടിയില്ലേ? നമുക്ക് 40g റീപ്ലേസ് ചെയ്യാം. വട 40g ഡിവൈഡഡ് ബൈ എന്താണ്? 2g ഡിവൈഡഡ് ബൈ 2g. ഒന്നുകൂടി പറഞ്ഞുതരാം. ഇക്വേഷൻ നോക്കണം. മാക്സിമം ഹൈറ്റ് യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റയാണ്. യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ എന്ന് വെച്ചാൽ 40g ആണ്. സോ ഈ യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റയ്ക്ക് വരെ നമ്മൾ എന്ത് കൊടുത്തു? 40g എന്ന് കൊടുത്തു. ഡിനോമിനേറ്ററിൽ 2g അല്ലേ? ഇതാ 2g എടുത്തു കൊടുത്തു. ക്യാൻസൽ ചെയ്യാം. ഇതാ പിടിച്ചോ. ജിയും ഞാൻ വെട്ടിക്കളഞ്ഞു. 40/2 എത്രയാണ്? 20 ആണ്. സോ ആൻസർ എത്രയാണ്? 20 മീറ്റർ. സോ മാക്സിമം ഹൈറ്റ് എത്രയാണെന്ന് കിട്ടി മക്കളെ? 20 മീറ്റർ ആണ് മാക്സിമം ഹൈറ്റ്. ഇക്വേഷൻ നമ്പർ 8, 9. നിങ്ങളൊരു ആൻസർ ചെയ്യുമ്പോൾ ഇക്വേഷൻ നമ്പർ ഇടണമെന്ന് ഒരു നിർബന്ധമില്ല. ഞാൻ എൻ്റെ കൺവീനിയൻസിന് നിങ്ങൾക്ക് കൂടി എളുപ്പത്തിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കണക്ട് ആവാൻ വേണ്ടിയിട്ടാണ് ഇക്വേഷൻ നമ്പർ ഇടുന്നത്. ദാറ്റ് ഈസ് നോട്ട് നെസസറി. ക്ലിയർ അല്ലേ? സോ ഇവിടെയുള്ള മാക്സിമം ഹൈറ്റ് എത്രയാണെന്ന് കിട്ടി? 20 മീറ്റർ ആണ് കിട്ടി. പതിയാണ് പഠിപ്പിച്ചത്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നിങ്ങൾ ഏവരും പഠിക്കേണ്ട ഒരു ചോദ്യമാണ് കേട്ടോ. വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. ദ ഹൊറിസോണ്ടൽ റേഞ്ച് ഓഫ് ദ പ്രൊജക്ടൈൽ. ഒരു പ്രൊജക്ടൈലിന്റെ ഹൊറിസോണ്ടൽ റേഞ്ച് എത്രയാണെന്ന് അവർ പറയുന്നത്? 6 ആണ്. തീറ്റ എന്ന് പറയുന്ന ആംഗിളിൽ പ്രൊജക്ട് ചെയ്യുമ്പോഴാണ് ഹൊറിസോണ്ടൽ റേഞ്ച് എത്രയാവുന്നത്? 6 ആയിട്ട് കിട്ടുന്നതെന്ന് പറയുന്നു. എങ്കിൽ മറ്റേത് ആംഗിളിൽ പ്രൊജക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് സെയിം ഹൊറിസോണ്ടൽ റേഞ്ച് തന്നെ ലഭിക്കുക? 6 എന്ന് പറയുന്ന ഹൊറിസോണ്ടൽ റേഞ്ച് തീറ്റ എന്ന് പറയുന്ന ആംഗിളിൽ പ്രൊജക്ട് ചെയ്തപ്പോൾ ലഭിച്ചു. വേറെ ഏത് ആംഗിളിൽ പ്രൊജക്ട് ചെയ്യുമ്പോഴാണ് അതേ ഹൊറിസോണ്ടൽ റേഞ്ച് ലഭിക്കുക എന്നാണ് ചോദ്യം. ഇന്നലത്തെ വൺ ഷോട്ട് ലൈവിനകത്ത് ഞാൻ പറഞ്ഞു തന്ന കാര്യമാണ്. തീറ്റ എന്ന് പറയുന്ന ആംഗിളിൽ ലഭിച്ച അതേ ഹൊറിസോണ്ടൽ റേഞ്ച് ലഭിക്കണമെങ്കിൽ അടുത്തൊരു ആംഗിൾ എത്രയാണ്? ദാറ്റ് ഈസ് 90 മൈനസ് തീറ്റ ആയിരിക്കണം. അടുത്ത ആംഗിൾ എത്രയായിരിക്കണം? 90 മൈനസ് തീറ്റ ആയിരിക്കണം. സംശയം വേണ്ട. അതായത് ഇപ്പൊ 30 ഡിഗ്രിയിൽ എറിഞ്ഞ അതേ ഹൊറിസോണ്ടൽ റേഞ്ച് കിട്ടണമെങ്കിൽ 90 മൈനസ് 30 എത്രയാണ്? 60 ഡിഗ്രിയിൽ എറിയണം. 40 ഡിഗ്രിയിൽ എറിഞ്ഞ അതേ ഹൊറിസോണ്ടൽ റേഞ്ച് ലഭിക്കണമെങ്കിൽ 90 മൈനസ് 40 50 ഡിഗ്രിയിൽ എറിയണം. 20 ഡിഗ്രിയിൽ എറിഞ്ഞ അതേ ഹൊറിസോണ്ടൽ റേഞ്ച് ലഭിക്കണമെങ്കിൽ 90 മൈനസ് 20 അഥവാ 70 ഡിഗ്രിയിൽ എറിഞ്ഞിരിക്കണം. കാര്യം മനസ്സിലായത്? ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ഇത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട വളരെ 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 പ്രധാനപ്പെട്ട കാര്യമാണ്. പഠിക്കേണ്ട കാര്യമാണ് കേട്ടോ. ഫൈൻ. സോ ഇതാണ് നമ്മുടെ ചോദ്യം. ഈ ചോദ്യം എല്ലാവർക്കും കൃത്യമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ആ ഡെറിവേഷനും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എങ്കിൽ മറ്റൊരു കാര്യം കൂടി എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. അതായത് ഇനി നമുക്ക് അഗ്നി 3.0 ബാച്ചിനകത്ത് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ എടുക്കുക. കാരണം ഇപ്പോൾ എടുത്താൽ മാത്രമേ ഈ 10% ഓഫ് ഫീസിനകത്ത് റിഫ്ലക്റ്റ് ആവത്തുള്ളൂ. FTE 10 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രീഡം ഓഫർ കിട്ടും. അത് വളരെ ചുരുങ്ങിയ സമയത്തോട്ട് മാത്രമേ ഉള്ളൂ. ഓണപ്പരീക്ഷയ്ക്ക് ശേഷമാണ് അഗ്നി 3.0 സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ പോലും നിങ്ങൾ ഇപ്പോൾ അഡ്മിഷൻ എടുക്കുമ്പോഴാണ് ഈ ഒരു ഓഫർ നിങ്ങൾക്ക് ലഭിക്കുക. അതിനുശേഷം ഓഫർ ടൈം കഴിഞ്ഞാൽ വീണ്ടും 5000 രൂപയിലോട്ട് തന്നെ ഫീസ് പോവും. സോ ഈ ഒരു 10% ഓഫ് എന്തായാലും വർത്തായിരിക്കും. എല്ലാവരും ഒന്ന് യൂട്ടിലൈസ് ചെയ്യുക. അഗ്നി 3.0 അഡ്മിഷൻ കറന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒട്ടും തന്നെ ലേറ്റ് ആക്കാതെ എത്രയും പെട്ടെന്ന് ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. നമ്പർ വേണമെങ്കിൽ ഞാൻ താഴെ വീണ്ടും എഴുതി തരാം. 995 400 800. ഇതാണ് കോൺടാക്ട് നമ്പർ. ഇതിലോട്ടൊന്ന് വിളിക്കുക. വിളിച്ചിട്ട് ചുമ്മാ എനിക്ക് അഗ്നി +1 വേണമെന്ന് പറഞ്ഞാൽ പോരാ, ഫ്രീഡം ഓഫർ വേണമെന്ന് പറയണം.
നിങ്ങൾ ആപ്പിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ FTE10 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് അടിക്കുമ്പോൾ മാത്രമേ ഈ ഒരു ഓഫർ പ്രൈസ് ഏകദേശം 500 rupees ഡിസ്കൗണ്ട് നിങ്ങൾക്ക് റിഫ്ലക്ട് ആവത്തുള്ളൂ. സോ ഈ അവസരം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോനെ പറ്റിയുള്ള ഫീഡ്ബാക്കുകൾ എല്ലാവരും താഴെ അറിയിക്കുക. ഇനി ഏത് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വേണ്ടത്, ഏത് ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് വേണ്ടത് എന്ന കാര്യങ്ങൾ കൂടി അറിയിക്കുക. സോ ഗൈസ്, ലവ് യു ഓൾ, ടേക്ക് കെയർ, കാണാമെടാ.